നമസ്കാരം, വെൽക്കം ടു മല്ലു ക്രിക്കറ്റ് കഫേ. അപ്പോൾ നമ്മൾ മുംബൈ വേഴ്സസ് ചെന്നൈ പ്രിവ്യൂ ആണ് ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ അരുൺ ബ്രോ ഉണ്ട്. അപ്പോൾ മുംബൈ വേഴ്സസ് ചെന്നൈ എന്ന് പറയുമ്പോൾ എൽ ക്ലാസിക്കോ, നമ്മുടെ ഹിസ്റ്റോറിക്കലി തന്നെ IPL ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏറ്റവും ഒരു ഇൻട്രസ്റ്റ് ഉള്ളൊരു മാച്ചാണ്. സോ ഈ ഒരു റീസെൻ്റ് ആയിട്ടുള്ള 2 വർഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ടീമും ഒരു അപ് ടു ദ മാർക്ക് പെർഫോമൻസ് അല്ല കാഴ്ചവെച്ചിട്ടുള്ളെങ്കിൽ പോലും എങ്ങനെ വന്നാലും മുംബൈ വേഴ്സസ് ചെന്നൈ എന്ന് പറയുമ്പോൾ ആ ഒരു പഴയ OG ഫാൻസ് തമ്മിലുള്ളൊരു ഫൈറ്റും അതിൻ്റെ ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ വാങ്കഡയിലാണ് നാളത്തെ മത്സരങ്ങൾ നടക്കുന്നത്. എന്തായാലും നമുക്ക് പിച്ചിൻ്റെ കണ്ടീഷനും എന്തൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അരുൺ ബ്രോയോട് ചോദിക്കാം. പറഞ്ഞു ബ്രോ. ബേസിക്കലി പിച്ചിൻ്റെ കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രഡീഷണലി വാങ്കഡെ എന്ന് പറയുന്നത് ഈസിലി ഒരു ചേസിങ് ഗ്രൗണ്ട് തന്നെയാണ്. ടോസ് കിട്ടുക, ബോൾ ഫസ്റ്റ്. പക്ഷേ റീസെൻ്റായിട്ട് കണ്ടുവരുന്നത് ആദ്യമേ ബാറ്റ് ചെയ്യുന്ന ടീം ഔട്ട് പെർഫോം ചെയ്യുന്നതായിട്ടും കണ്ടുവന്നിട്ടുണ്ട്. ലൈക്ക് 240, 250 സ്കോർ ചെയ്യുക, ഒപ്പോണൻറ്റിന് ഒരു ചാൻസും കൊടുക്കാതെ എലിമിനേറ്റ് ചെയ്യുന്ന രീതിയും കണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് അതിനെ മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഹിസ്റ്റോറിക്കൽ ഡേറ്റ എടുത്തു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി വാങ്കഡെ എന്ന് പറയുന്നത് ടോസ് കിട്ടിക്കഴിഞ്ഞാൽ ബോൾ ഫസ്റ്റ്, അതായത് ചേസിങ് ഗ്രൗണ്ട് തന്നെയാണ്. അവിടെ ഈ പറഞ്ഞിട്ട് ടോസ് ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയാൻ ഒബ്വിയസ്ലി വാങ്കഡെ സ്റ്റേഡിയം വളരെ അടുത്താണ്, കടലിനടുത്ത്. അപ്പം വൈകിട്ടുള്ള ബ്രീസും ഡ്യൂവും ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ബാറ്റിംഗ് സെക്കൻഡ് വിക്കറ്റ് ഇച്ചിരി ഈസി ആയിരിക്കും, ബോൾ വിൽ ഈസിലി കം ഓൺ ടു ദ ബാറ്റ്. അതുകൊണ്ടാണ് എല്ലാവരും ടോസ് കിട്ടി സെക്കൻഡ് ബാറ്റിംഗ് എടുക്കുന്നത്. ഡ്യൂ ആയി കഴിഞ്ഞാൽ ബോളിങ്ങിന് ഇച്ചിരി പ്രയാസമാവും എന്നുള്ളത് കൊണ്ടും. പക്ഷേ ഇപ്പം അത് വലിയതായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാത്ത കാര്യമെന്ന് പറയുന്നത് അമ്പയറിന് ഇപ്പോൾ ഒരു ഓപ്ഷൻ ഉണ്ട് 10 ഓവർ കഴിഞ്ഞിട്ട് ഒരു പുതിയ ബോൾ മാറ്റി കൊടുക്കാനായിട്ട്. അത് പല കളികളിലും കണ്ടിട്ടുണ്ട്, ഓവർ വെയിറ്റ് ആയിട്ടുള്ള ബോൾ റീപ്ലേസ് ചെയ്യുന്നതായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത്ര രീതിയിൽ ഇത്തവണ ഡ്യൂ ഇമ്പാക്റ്റ് ആവാത്തതും. എന്നിരുന്നാൽ തന്നെ ഹിസ്റ്റോറിക്കലി അതൊരു ചേസിങ് ഗ്രൗണ്ട് തന്നെയാണ്. ഇപ്പം ഈ പറയുന്നിട്ട് മുംബൈ ചെന്നൈ എന്ന് പറയുന്നത് എക്കാലത്താണെങ്കിലും 18 വർഷമല്ല 28 വർഷമായി കഴിഞ്ഞാൽ പോലും എൽ ക്ലാസിക്കോ അങ്ങനെ തന്നെ നിൽക്കും. ആ 5-5 കപ്പുള്ള ടീം എന്ന് കളിച്ചു കഴിഞ്ഞാലും ആരാധകർ ഒരുപാട് പേര് കാണും കളി കാണാനായിട്ട്. ഇപ്പോൾ റീസെൻ്റ്ലി രണ്ട് ടീമിൻ്റെയും പെർഫോമൻസ് മോശമാണെന്ന് ഇരിക്കെ 6 കളിയിൽ ഈ 2 കളിയിൽ ജയിച്ചാണ് രണ്ട് ടീമും വരുന്നത്. ഇപ്പോൾ ഹിസ്റ്റോറിക്കലി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോമിൽ ആണ് ചെന്നൈ 2 കളിയും ജയിച്ചത്. 2 ഔട്ട് ഓഫ് 3 ഹോമിലാണ് ജയിച്ചത്. 0 ഔട്ട് ഓഫ് 3 ആണ് എവേ ഗെയിംസ് റെക്കോർഡ്. അപ്പം ചെന്നൈ ഈ സീസണിൽ വാങ്കഡയിലേക്ക് വരുന്നത് അത്ര ഒരു നല്ല എവേ ഗെയിം ഹിസ്റ്ററി ആയിട്ടല്ല. നേരെ മറിച്ച് മുംബൈ ആണെന്നുണ്ടെങ്കിൽ ഒരു കളി ഹോമിൽ ജയിക്കുകയും ആദ്യത്തെ കളി തന്നെ ഹിസ്റ്ററി തിരുത്തിക്കൊണ്ട് മുംബൈ ആദ്യത്തെ കളി തന്നെ ഹോമിൽ ജയിക്കുകയും തിരിച്ച് ഒരു കളി റീസെൻ്റ് അവസാനത്തെ കളി എവേ ജയിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് നേർക്ക് വരുമ്പം രണ്ടു പേർക്കും ഒരേ വെയിറ്റേജ് തന്നെയാണ് ഞാൻ കൽപ്പിക്കുന്നത്. മിനിമം 6 ബാറ്റ് ചെയ്താലും മിനിമം വാങ്കഡയിൽ 225 റണ്ണ് വേണം ഒന്ന് ഡിഫെൻഡ് ചെയ്യാൻ പോലും. അങ്ങനെയാണ് ഇപ്പോഴത്തെ കളി വരുന്നത്. ഇപ്പോൾ വാങ്കഡയിൽ റീസെൻ്റ്ലി രണ്ട് ടീമിൻ്റെയും ബെസ്റ്റ് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സഞ്ജു സാംസൺ വാങ്കഡയിൽ നല്ല റെക്കോർഡാണ്. സഞ്ജു സാംസണിൻ്റെ ബാറ്റിംഗ് റെക്കോർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സഞ്ജു സാംസൺ 848 റണ്ണ് 148 സ്ട്രൈക്ക് റേറ്റിൽ അവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. നേരെ മറിച്ച് ക്വിൻ്റൻ ഡിക്കോക്കാണെങ്കിൽ ലാസ്റ്റ് കളി കളിച്ചപ്പോഴത്തേക്കിന് 112 റണ്ണ് സ്കോർ ചെയ്യുന്നതും കണ്ടു. അപ്പോൾ രണ്ട് ഓപ്പണേഴ്സിനും വാങ്കഡെ എന്ന് പറയുന്ന സ്റ്റേഡിയം വളരെ ഫേവറേറ്റ് ആണ്. അതുകൊണ്ട് ഒരു ഹെവി ലോഡഡ് റൺ സ്കോറിംഗ് ഗെയിം തന്നെയാണ് ഞാൻ മുന്നിൽ കാണുന്നത്. ഓക്കെ, നമുക്കിനി പ്ലേയിങ് 11ലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മുംബൈക്ക് എന്തൊക്കെ ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട്. വിൽ ജാക്സ് അവരുടെ ടീമിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ വിൽ ജാക്സിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ വന്നിട്ടുണ്ട്. അവർ ജോയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പോരാത്തതിന് രോഹിത് ശർമ്മയുടെ പരിക്ക് മാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല, എങ്കിൽ പോലും അതിനും ചാൻസ് ഉണ്ട്. സോ എന്തൊക്കെയാണ് മുംബൈയുടെ ടീമിൻ്റെ ഒരു ചാൻസ് ഒരു പ്ലേയിങ് 11? അതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഏറ്റവും അവസാനമായിട്ട് മുംബൈ ചെന്നൈ കളി വാങ്കഡയിൽ കളിച്ചത് ആരും മറന്നിട്ടുണ്ടാവില്ല. അതായത് അന്ന് കളിച്ചപ്പോൾ ആ ഇരു ടീമും അവിടെ കൂട്ടിമുട്ടിയപ്പം വിജയം ചെന്നൈക്കൊപ്പമായിരുന്നു. അതും 20 റണ്ണിൻ്റെ നല്ലൊരു മാർജിനുള്ള ജയമായിരുന്നു. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നും ധോണി ഇതുകൂട്ട് അവസാനം 4 പന്തുകൾ ബാക്കിയുള്ളപ്പോൾ 5 പന്തുകൾ ബാക്കിയുള്ളപ്പോൾ ഇറങ്ങി ഹാർദിക് പാണ്ഡ്യയെ ഹാട്രിക് 6 അടിച്ച് 4 പന്തിൽ 20 റണ്ണ് സ്കോർ ചെയ്തിട്ടുണ്ടാണ് ധോണി കയറിപ്പോയത്. നേരെ മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയതാണെങ്കിൽ രോഹിത് ശർമ്മയുടെ ഒരു ബ്ലിസ്റ്ററിംഗ് പെർഫോമൻസ് ഉണ്ടായിരുന്നു അന്ന്. രോഹിത് ശർമ്മ അന്ന് സെഞ്ചുറി അടിച്ചു, 105 റണ്ണ് എടുത്തൊരു കളിയായിരുന്നു. അന്ന് മാൻ ഓഫ് ദി മാച്ച് എനിക്ക് തോന്നുന്നു മദീഷ പതിരനെയായിരുന്നു. 4 വിക്കറ്റ് എടുത്ത് അവസാനം കളി തിരിച്ചു കൊണ്ടുവന്നത് മദീഷ പതിരനെയാണ്. അതേപോലെ തന്നെ ഋതുരാജും അന്ന് അവിടെ 69 റണ്ണ് സ്കോർ ചെയ്ത് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു.
ഇപ്പോൾ ഓൾ ടുഗദർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യ ശക്തിയാണ്. ഇപ്പോൾ പ്ലേയിങ് 11 നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലേയിങ് 11 എന്ത് ടാക്ടിക്സ് ആയിരിക്കും, ആരൊക്കെ ആയിരിക്കും മാച്ചപ്സ് എന്ന രീതിയിലാണ് ഞാൻ ഈ കളിയെ നോക്കിക്കാണുന്നത്. ഒന്നാമത്തെ കാര്യം, അന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞ കൂട്ട് ഐ വോണ്ട് ടു സീ ബുംറ ടു ബോൾ ഫസ്റ്റ് 2 overs. ലൈക്ക് ഒന്നാമത്തെ ഓവറും മൂന്നാമത്തെ ഓവറും അപ്പ് ഫ്രണ്ട് തന്നെ ബുംറ എറിയണം, പിന്നെ 18-20 എന്നുള്ള ഒരു ഓവർ എറിയണം എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. എറിയുന്നല്ല, അങ്ങനെ ഈ ചെയ്യൂ. ഫസ്റ്റ് ഓവർ മാത്രം എറിഞ്ഞാൽ മതിയോ അതോ തേർഡ് ഓവറും എറിയണോ നിർബന്ധമാണ്? കുറച്ചും കൂടെ ജസ്റ്റ് ഒരു കോണ്ടെക്സ്റ്റിന് വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. ഒരു പക്ഷേ ഒരു ഡിബേറ്റ് ടോപ്പിക് ആയിരിക്കും. ബൂംറയുടെ ഒരു ഫസ്റ്റ് ഓവർ ഇനിഷ്യൽ കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് ഓവർ എറിഞ്ഞപ്പോൾ റിസൾട്ട് നമ്മൾ കണ്ടതാണ്. പക്ഷേ എങ്കിലും ഒരു ഡെത്ത് ഓവേഴ്സിലേക്ക് കുറച്ചും കൂടെ ബൂംറയുടെ ഓവേഴ്സ് മാറ്റി വെക്കണോ? 3 overs ഒരു ഫൈനൽ ഓവേഴ്സിലേക്ക് വെച്ചാൽ മതിയോ? ഒരു ഓവർ മാത്രം ഇനിഷ്യലി കൊടുത്താൽ മതി? എന്തുകൊണ്ടാണ് 2 ഓവർ എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്താണ്? 2 ഓവർ കൊണ്ട് പറയാൻ 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, റീസെൻ്റ്ലി കഴിഞ്ഞ ഒരു 7 മാച്ച് സഞ്ജു സാംസൺ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ കളി RRുമായിട്ട് ബർഗറിൻ്റെ ഒരു സീമപ്പ് ഡെലിവറി ആയിരുന്നു, ബൗൾഡായി. മൂവിങ് എവേ ആയിരുന്നു പിച്ച് ടു ഫ്രണ്ട്. അതേ കൂട്ട് തന്നെ പഞ്ചാബുമായിട്ടാണെന്നുണ്ടെങ്കിലും ഇതേ കൂട്ട് കീപ്പർ ക്യാച്ച് ആയിരുന്നു, സീമപ്പ് ഡെലിവറി മൂവിങ് എവേ. അതേ കൂട്ട് തന്നെ RCB ആയിട്ട് നോക്കിക്കഴിഞ്ഞാലും സെയിം സീമപ്പ് മൂവിങ് എവേ സ്ലിപ്പിൽ ക്യാച്ച്. തൊട്ടടുത്ത കളി നോക്കിക്കഴിഞ്ഞാൽ ലെങ്ത് ബോൾ എക്സ്ട്രാ പേസ് ഉള്ളതുകൊണ്ട് കാർത്തിക് ത്യാഗി ബോൾഡാക്കി. അത് കഴിഞ്ഞാൽ ഒരു ഡിസ്മിസ്ഡ് ആയിട്ട് മിഡ് ഓൺ ഷോർട്ട് ലെങ്ത് മൂവിങ് എവേ. അതായത് കഴിഞ്ഞ 6 കളികളിൽ 4 കളികളും പിച്ച് ബോളിങ് ഒരു ലെങ്തിൽ പിച്ച് ചെയ്ത് മൂവിങ് എവേ വരുമ്പോഴത്തേക്കിന് സഞ്ജു സാംസൺ നിക്ക് ചെയ്തിട്ട് സ്ലിപ്പിൽ ക്വാഡ്രന്റ് അല്ലെന്നുണ്ടെങ്കിൽ വിക്കറ്റ് കീപ്പർ ക്യാച്ച് ഔട്ടായിട്ടുള്ളത് കഴിഞ്ഞ 6ൽ 4 കളി ഒരു കളി നോട്ട് ഔട്ടുമാണ്. ആ ഒരു കളി മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഓക്കെ, ആ കളി മാറ്റി നിർത്തി 5 കളിയിൽ 4 കളി ഔട്ടായിരിക്കുന്നത് എങ്ങനെയാണ്? പിച്ച് ടു ഫ്രണ്ട് മൂവിങ് എവേ എന്നുള്ള രീതിയിൽ. അതിൽ ഏറ്റവും ഉപരി ഇവർ രണ്ടുപേരുമുള്ള മാച്ചപ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സഞ്ജു സാംസൺ 61 ബോൾ ബുംറയുടെ ഫേസ് ചെയ്തിട്ടുണ്ട്. അതിൽ 64 റണ്ണേ എടുത്തിട്ടുള്ളൂ. 2 തവണ ബുംറ സഞ്ജു സാംസൺ ഔട്ടാക്കിയിട്ടുണ്ട്. അതിൽ 48 പന്ത് ഡോട്ട് ബോളാണ്. അതായത് ഈ 61 ബോളിൽ 48% എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 30 പന്തോളം ഡോട്ട് ബോളുമാണ്. അതുകൊണ്ടാണ് സഞ്ജു സാംസണിനെതിരെ ബുംറ കോൺസിക്യൂട്ടീവ്ലി 1ഉം 3ഉം ഓവർ എറിയണമെന്ന് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ കളികളിൽ കണ്ടതിനെ വ്യത്യസ്തമായിട്ട് ഇത്തവണ സാർണറും പവർ പ്ലേയിൽ എറിയുന്നത് കണ്ടേക്കാം. കാരണം ഈ റീസെൻ്റ്ലി ഔട്ടായിരിക്കുന്ന ഋതുരാജ് ഗേക്വാദിൻ്റെ വിക്കറ്റ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ഇതേ ഒരു റെപ്പിറ്റേഷൻ ഋതുരാജ് ഗേക്വാദിൻ്റെ വിക്കറ്റിലും കാണാം. ലെഫ്റ്റ് ആം സ്പിന്നർ മൂവിങ് എവേ, അല്ലെന്നുണ്ടെങ്കിൽ ലെഗ് സ്പിന്നർ മൂവിങ് എവേ, ഗൂഗിളിയല്ല ലെഗ് സ്പിൻ തന്നെ എറിയുമ്പോൾ ഋതുരാജ് ഗേക്വാദ് സ്വീപ്പ് ചെയ്ത് ഡീപ്പ് മിഡ് വിക്കറ്റ് അല്ലെ ഡീപ്പ് ക്വാഡ്രന്റിൽ ഔട്ടായിട്ടുണ്ട് കഴിഞ്ഞ 6 കളിയിൽ 4 തവണ. അതുകൊണ്ട് സാറ്റ്നറും ആയിരിക്കണം മറ്റൊരു ന്യൂ ബോൾ ഓപ്പറേറ്ററായിട്ട് മുംബൈയിൽ നിന്ന് വരിക. എന്തുകൊണ്ട് മുംബൈ 2 ഓവർ അവസാനം എറിയണം, അല്ലെങ്കിൽ മിഡിൽ എറിഞ്ഞില്ലെങ്കിൽ ലാസ്റ്റ് എറിയണം എന്ന് പറയാൻ കാര്യം, അവസാനത്തെ 2 തവണ അതായത് കുറച്ച് 35 ബോൾസ് അവരുടെ ഫിനിഷർ ആയിട്ടുള്ള ശിവൻ ദൂബൈക്ക് എറിഞ്ഞതിൽ ആകെ 23 റണ്ണേ ശിവൻ ദൂബൈക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അതും പോരാഞ്ഞിട്ട് ശിവൻ ദൂബൈയുടെ 3 തവണ വിക്കറ്റ് എടുത്തിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ലാസ്റ്റ് ഒരു 2 ഓവർ അവസാനത്തേക്കിന് വേണ്ടി ബുംറ മാറ്റി വെക്കണം എന്ന് ഞാൻ പറയാനുള്ള കാര്യം. മോസ്റ്റ് പ്രോബബ്ലി ആരെറിഞ്ഞാൽ തന്നെ ബുംറയിൽ പവർ പ്ലേയിലെ പറഞ്ഞു മോസ്റ്റ് പ്രോബബ്ലി ബുംറയുടെ ഒപ്പം തന്നെ സപ്പോർട്ടിംഗ് ബോളർ ആരെറിയാൻ വന്നു കഴിഞ്ഞാലും സീമപ്പ് ഡെലിവറി ആയിരിക്കും, മൂവിങ് എവേ ആയിരിക്കും. അതായത് ആദ്യമേ സ്വിങ് കിട്ടുന്ന ബോളേഴ്സിന് നമ്മൾ കഴിഞ്ഞ മാച്ചിൽ ബൂമറയുടെ കൂടെ സെക്കൻഡ് ഓവർ എറിഞ്ഞ് ഹർദിക് പാണ്ഡ്യയാണ്. സോ അവരുടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വാങ്കഡയിൽ അവർ ഡിപ്പെൻഡ് ചെയ്തത് ട്രെൻറ്റ് ബോൾട്ടിനെയും അതുപോലെ തന്നെ ദീപക് ചാറിനെയാണ്. അതായത് സീ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട്, അതായത് സ്വിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും കളിക്കാൻ സാധ്യതയില്ലാത്ത സ്ഥിതിക്ക് എന്തുകൊണ്ട് അശ്വിനി കുമാർ ട്രൈ ചെയ്തുകൂടാ? അല്ലെങ്കിൽ ബൂമറ തന്നെയാണോ 2ാം ഓവർ എറിയേണ്ടത്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലെഫ്റ്റ് ഹാൻഡ് എന്ന് പറയുന്നത് എപ്പോഴും ട്രഡീഷണലി ബോൾട്ടൊക്കെ ക്രിയേറ്റ് ചെയ്തിരുന്ന ഒരു ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഒരു ആംഗിൾ ഉണ്ടല്ലോ, അത് ഒരു പക്ഷേ അശ്വിനി കുമാറിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലേ? ഈ ഋതുരാജ് ഗേക്വാദ് ആണെന്നുണ്ടെങ്കിലും സഞ്ജു സാംസൺ ആണെന്നുണ്ടെങ്കിലും ലെഫ്റ്റ് ഹാൻഡേഴ്സിന് ഔട്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പേസി ആയിരിക്കണം, അതേ കൂട്ട് കട്ടിൻ ആയിരിക്കണം. അതായത് പേസിലി എറിഞ്ഞിട്ട് അകത്തേക്ക് മൂവ് ചെയ്യണം, പിച്ചിങ് അപ്പ് ബോൾ മൂവിങ് ഇൻ ടു ദ പാഡ്സ് ഔട്ട് ദ സ്റ്റംസ് ആയിരിക്കണം.
അത്രയും പേസിലാണ് അശ്വിനി കുമാർ എറിയുന്നത്, അല്ലെ പ്രൈം ബോൾട്ടിന്റെ പേസിലാണ്, അല്ലെ പ്രൈം ഇപ്പോഴത്തെ ബർഗറിന്റെ പേസിലാണ് അശ്വിനി കുമാർ എറിയുന്നത് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറ്റ്സ് ബെറ്റർ ലൈക്ക് ഓൺ ദ അതർ വേ ഓപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ പറയുന്നതും ചാൻസ് ആണ്, തള്ളിക്കളയാൻ പറ്റത്തില്ല, അതും കണ്ടാലും അത്ഭുതമില്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെ ഞാൻ പവർ പ്ലേയിൽ സാറ്റ്നർ ഋതുരാജ് ഗേക്വാദിനെതിരെ തന്നെ എറിയും എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു ലെഗ് സ്പിന്നർ ഋതുരാജ് ഗേക്വാദിനെ എറിയും എന്നുള്ളതാണ് നോക്കിക്കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചെന്നൈയിലേക്ക് പോയി കഴിഞ്ഞാൽ ചെന്നൈയുടെ ഒരു പ്ലേയിങ് 11 തീർച്ചയായിട്ടും ധോണി കളിക്കും എന്നുള്ളൊരു റൂമർ കേൾക്കുന്നുണ്ട്. നെറ്റ്സിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അശ്വിൻ ഇതിനെപ്പറ്റി പറയുന്നുണ്ടായിരുന്നു. അശ്വിൻ ഒരു ഇതിൽ പറയുന്നുണ്ടായിരുന്നു ധോണി ഉറപ്പായിട്ടും കളിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് അശ്വിൻ പറയുന്നത്. കാരണം ധോണി കീപ്പ് ചെയ്യുന്നത് കണ്ടു. ധോണി ഒരിക്കലും നെറ്റ്സിൽ കീപ്പ് ചെയ്യുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നെറ്റ്സിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് ആൻ ഇൻഡിക്കേഷൻ ധോണി വിൽ പ്ലേ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. സോ ധോണി വരുവാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ ആയുഷ് മാത്രമേ ടീമിന് പുറത്തേക്ക് പോയിട്ടുണ്ട് പരിക്ക് മൂലം. അപ്പോൾ റൂൾഡ് ഔട്ട് ആയിട്ടുണ്ട്. സോ അതിന് ആയുഷ് മാത്രയ്ക്ക് പകരമായിട്ട് ഒരുപക്ഷെ ഉർവിൽ പട്ടേൽ ടീമിലേക്ക് വന്നേക്കാം. അപ്പോൾ ധോണി കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ ആരായിരിക്കും? ഉർവിൽ പട്ടേലും ധോണി ടീമിലേക്ക് വരുവാണെങ്കിൽ ഒരാൾ പുറത്ത് പോകണമല്ലോ. സർഫറാസ് ഖാൻ ആയിരിക്കും പുറത്ത് പോകുന്നത്. സർഫറാസ് ഖാൻ ആയിരിക്കത്തില്ല പുറത്തു പോകുന്നത്. ധോണി വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ടീം അലൈൻമെന്റിൽ ആയിരിക്കില്ല അവർ ഇറങ്ങുക. അവരാദ്യമേ തന്നെ പ്ലേയിങ് 11ൽ അവർക്ക് വേണ്ട ബോളേഴ്സിനെ സ്റ്റാക്ക് ചെയ്യും. ധോണി പ്രോബബ്ലി ഇമ്പാക്റ്റ് സബായിട്ടായിരിക്കും വരുന്നത്. അപ്പം ഓൾറെഡി നേരത്തെ ഔട്ടായിട്ടുള്ള ഏതെങ്കിലും ബാറ്റ്സ്മാനെ ഇമ്പാക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും ധോണി കളിക്കാൻ വരുന്നുണ്ടെങ്കിൽ വരുന്നത്. പക്ഷെ ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു ധോണി പക്ഷേ വാങ്കഡയെക്കാട്ടിൽ കൂടുതലും ഒരു മടങ്ങി വരവ് ചാൻസ് ചെക്ക് പോക്കിൽ കളിക്കുമ്പോഴായിരിക്കാനാണ് കൂടുതൽ സാധ്യത എന്നാണ് ഞാൻ കരുതുന്നത്. വാങ്കഡയെക്കാട്ടിലും ധോണി പ്രാക്ടീസ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാനും കണ്ടു. പക്ഷേ അതൊരു വാമപ്പ് പ്രാക്ടീസ് ആയിരിക്കാം. അതേകൂടെ തന്നെ രോഹിത് ശർമ്മയും പ്രാക്ടീസ് ചെയ്യുന്നത് ഞാനും കണ്ടു. പക്ഷേ അതും ഈ പറയുന്നൊരു വാമപ്പ് ആയിരിക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ കാണുന്നത്. കാരണം പ്രാക്ടിക്കലി തിങ്കിങ് ധോണി ഒരു മടങ്ങി വരവ് ഒബിയസ്ലി ഫാൻസിന് വേണ്ടി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് വാങ്ങടേ? വൈനോട്ട് ചെന്നൈയിൽ? അടുത്ത കളി ഇപ്പോൾ ചെന്നൈയിലാണെന്നുണ്ടെങ്കിൽ അവർ ചെന്നൈയിലായിരിക്കില്ലേ കളിക്കാൻ കൂടുതൽ സാധ്യത എന്നുള്ളതാണ് എൻ്റെ ചിന്ത. ഇപ്പോൾ ധോണി വന്നിരുന്നാൽ തന്നെയും പ്രത്യേകിച്ച് ഒരു മാറ്റം എന്ന രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെന്നൈയുടെ ടീമിൽ ഉർവിൽ പട്ടേൽ ഈസിലി കമ്മിൻ ഫോർ മാത്രയാണ്. പിന്നെ അഖിൽ ഹുസൈൻ കളിക്കാൻ സാധ്യത കൂടുതലാണ്. ആർക്ക് വേണ്ടി? മാത്യു ഷോട്ടിനെ മാറ്റി അഖിൽ ഹുസൈൻ കളിക്കും. കാരണം അഖിൽ ഹുസൈൻ ഈ റീസെൻ്റ്ലി 5 തവണ ക്വിൻ്റൺ ഡിക്കോക്കിനെ ഔട്ടാക്കിയിട്ടുണ്ട് ത്രൂ ഔട്ട് ഗ്ലോബൽ ലീഗുകളിൽ നിന്ന്. അതിനോടൊപ്പം തന്നെ 2 തവണ വിൽ ജാക്സനെയും പുറത്താക്കിയിട്ടുള്ള എക്സ്പീരിയൻസ് അഖിൽ ഹുസൈൻ ഉണ്ട്. മിഡ് ഓവറിലാണെങ്കിൽ തന്നെയും അഖിൽ ഹുസൈന് മുംബൈക്കെതിരെ സ്പെഷ്യലി സൂര്യകുമാർ യാദവിനെതിരെ 52 ബോളുകൾ എറിഞ്ഞതിൽ സൂര്യകുമാർ യാദവ് ആകെ 59 റൺ എടുത്തിട്ടുള്ളൂ. 1 തവണ വിക്കറ്റും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈസിലി അവർ തമ്മിൽ ഒരു സ്വാപ്പ് നടക്കാൻ സാധ്യതയുണ്ട്. ഉർവിൽ പട്ടേൽ കയറി വരും ആയുഷ് മാത്രയ്ക്ക് പകരം. പിന്നെ ധോണി വരുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബാറ്റ്സ്മാനെ റീപ്ലേസ് ചെയ്തുകൊണ്ടായിരിക്കും. കാരണം ഒരു ബോളറെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ധോണി ഈ ടീമിലേക്ക് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സോ ധോണി വരുവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും ഉർവിൽ പട്ടേൽ ടീമിൽ ഉണ്ടാവില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. സർഫറാസ് ഖാൻ ഇതുവരെയുള്ള ഒരു ചെറിയ പെർഫോമൻസ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് സർഫറാസ് ഖാനെ അവർ തൊടാൻ ചാൻസ് ഇല്ല. സോ ഉർവിൽ പട്ടേൽ ടീമിലേക്ക് വരില്ല. ധോണി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉർവിൽ പട്ടേൽ ടീമിലേക്ക് വരില്ല. ധോണി ആയിരിക്കും കളിക്കുന്നതെന്ന് നമുക്ക് വിശ്വസിക്കാം. അതുപോലെ തന്നെ ഷോട്ടിനെ എന്തായാലും മാറ്റിയിട്ട് ഒരാൾ റീപ്ലേസ് ചെയ്യും. അത് അഖിൽ ഹുസൈൻ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സോ ചെന്നൈയുടെ ബോളിംഗ് എന്താണ്? നമ്മുടെ ബോളിങ്ങിന് ഒരു റീപ്ലേസ്മെന്റ് ഉണ്ട്. ആകാശ് മതിവാൾ വരാൻ ചാൻസ് ഉണ്ട്, കളിക്കാൻ ചാൻസ്. അതെ, ഗുർപ്രീത് സിംഗിന് പകരം ആകാശ് മദ്വാൾ കളിക്കാൻ സാധ്യത കൂടുതലാണ്. ഇച്ചിരുടെ വാസ്ലി എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് ആകാശ് മദ്വാൾ എന്നുള്ള രീതിയിൽ പറയാൻ കാര്യം. അതിനോടൊപ്പം തന്നെ പുള്ളിക്ക് ബോളിൽ നല്ല മൂവ്മെന്റ്സ് ഇൻഷ്വലി കിട്ടാൻ സാധ്യത കൂടുതലാണ്. അതുമാത്രമല്ല പ്രത്യേകിച്ച് മുംബൈക്കെതിരെ കളിച്ചുള്ള പരിചയമുണ്ട് ആകാശ് മദ്വാൾ, അല്ലെങ്കിൽ മുംബൈ ടീമിൽ തന്നെ കളിച്ച പരിചയമുണ്ട്. ആ പിച്ചുമായിട്ട് ഇച്ചിരുടെ ഇഴകിയ ആളാണ് ആകാശ് മദ്വാൾ എന്ന് പറയുന്നത്. പിന്നെ ഒബ്വിയസ്ലി ചെന്നൈ എന്ന് പറയുന്ന ടീം ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി ഷോർട്ട് ബോൾ എറിയാതെ, അതായത് 8 മീറ്റർ ആയിരിക്കത്തില്ല അവിടെ എറിയുന്നത്, കൂടുതലും 4 to 6 മീറ്ററിൽ എറിഞ്ഞ് സീമിങ് ഇൻ ബോത്ത് ഡയറക്ഷൻ ആയിരിക്കും ബേസിക്കലി ഉദ്ദേശിക്കുക. കാരണം പുൾ ഷോട്ടിന് പേരെടുത്ത ആൾക്കാരാണ് അവിടെ മൊത്തം നിൽക്കുന്നത്. അപ്പോൾ അതിന് കൊടുക്കാതെ ഇച്ചിരിയുടെ ഫ്രണ്ട് ഫുട്ടിൽ ഒരു ട്രാപ്പ് ഒരുക്കുക എന്നുള്ളതായിരിക്കും ചെന്നൈയുടെ പ്ലാൻ. അപ്പോൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇച്ചിരിയുടെ നല്ലത് ആകാശ് മദ്വാൾ തന്നെയാണ്. അതുകൊണ്ട് ഐ തിങ്ക് ആകാശ് മദ്വാൾ വിൽ ഈസിലി കം ഇൻ ഫോർ ഗുർപ്രീത് സിംഗ്. അപ്പോൾ പവർ പ്ലേയിൽ ബോൾ ചെയ്യാൻ പോകുന്നത് ആരൊക്കെ ആയിരിക്കും? എന്തായാലും അഖിൽ ഹുസൈൻ പവർ പ്ലേയിൽ ബോൾ ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഒരു പേസ് ഖലീൽ അഹമ്മദ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു വേക്കൻ്റ് ആര് റീപ്ലേസ് ചെയ്യും? ചെന്നൈയുടെ പവർ പ്ലേ ബോളിംഗ് അൻഷുൽ കാംബോജും ഈ പറയുന്ന പോലെ ആകാശ് മദ്വാളുമായിരിക്കും ന്യൂ ബോളേഴ്സ് ഓപ്പറേറ്ററായിട്ട് വരിക. ഓവർട്ടനെ മിഡിൽ ഓർഡറിൽ എറിയാനേ സാധ്യതയുള്ളൂ. കാരണം ഓവർട്ടൺ കൂടുതലും ഒരു ഡെത്ത് ബോളറാണ്. അഖിൽ ഹുസൈൻ 2 ഓവർ എറിയാൻ സാധ്യത ഉണ്ടല്ലോ അല്ലേ?
അതെ അതെ, അഖിൽ കാരണം ഹുസൈൻ ഓർട്ടൺ ആൻഡ് ആക്ച്വലി അൻഷുൽ ഹിറ്റ് ദ ഡെക്ക് കമ്പോജ്. ബോളറാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഇനിഷ്യലി ന്യൂ ബോളിൽ ഓപ്പറേറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ ഒരു മണ്ടത്തരമാണ്. കാരണം ഇപ്പുറത്ത് എല്ലാവരും പുൾ ഷോട്ട് ഹുക്ക് ഷോട്ടിന് ഫേമസ് ആയിട്ടുള്ള ആൾക്കാർക്കെതിരെ ഓർട്ടനെ ചുമ്മാ സ്കോർ ചെയ്യാൻ ഇട്ട് കൊടുക്കുന്ന കൂട്ട് പോകുന്നുണ്ട് എനിക്ക്. അതല്ല, പുള്ളി ഇനി ലൈൻ മാറ്റി കൊണ്ടുവരുമോ എന്നതും അറിയത്തില്ല. പക്ഷേ മോസ്റ്റ് പ്രോബ്ലി അൻഷുൽ കമ്പോജും അക്കീൽ ഹുസൈനും ഈ പറയുന്ന പുള്ളിയും കൂടെ ആയിരിക്കണം മോസ്റ്റ് പ്രോബ്ലി ഓപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ മാച്ചപ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി തിലക് വർമ്മ നല്ല ഫോമിലാണ് മുംബൈക്ക് വേണ്ടിയിട്ട്. അതുപോലെ മുംബൈ ഒരു മാച്ച് വിജയിച്ചിട്ടാണ് വരുന്നത്, ചെന്നൈ ഒരു മാച്ച് പരാജയപ്പെട്ടിട്ടാണ് വരുന്നത്. സോ ഓവറോൾ എൻ്റെ ഒരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 55% ഞാൻ ചിന്തിക്കുന്നത് മുംബൈക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്, ഒരു എഡ്ജ് ഉണ്ട് എന്ന് തന്നെയാണ്. മോസ്റ്റ്ലി ബിക്കോസ് ഓഫ് ദ മൊമെൻറ്റം. കഴിഞ്ഞ മാച്ചിൽ അവരുടെ പെർഫോമൻസ് ആസ് എ ബോളിംഗ് യൂണിറ്റ് അവരെങ്ങനെ യുണൈറ്റ് ചെയ്ത് എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളൊരു കാര്യം. പിന്നെ ഇൻഡിവിജ്വൽ പെർഫോമൻസ്, ഈവൻ ഇഫ് തിലക് വർമ്മ മാത്രം അല്ലെങ്കിൽ നമൻതീറും തിലക് വർമ്മ മാത്രമേ റൺ അടിച്ചുള്ളൂ എങ്കിലും ആ തിലക് വർമ്മ ആ ഒരു അപ്ലിഫ്റ്റ് ചെയ്ത് ആ ടീമിനെ മൊത്തത്തിൽ അപ്ലിഫ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ആ ബാറ്റിങ്ങിനെ മൊത്തത്തിൽ അപ്ലിഫ്റ്റ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ ബാക്കിയുള്ളവർക്ക് അതൊരു പ്രചോദനമാവും മുംബൈയുടെ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ എനിക്ക് മുംബൈ നാളെ കൂടുതൽ ഒരു എഡ്ജ് ഉണ്ട് ചെന്നൈക്ക് മേളിൽ നിന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ചും ചെന്നൈയുടെ പരിക്ക്, ഖലീൽ അഹമ്മദ് ഇല്ലാത്തത്, പിന്നെ അതുപോലെ തന്നെ ഇത്രയും നാൾ ചെന്നൈക്ക് വേണ്ടി റൺ അടിച്ചത് സഞ്ജു സാംസൺ ഒരു മാച്ചിൽ സെഞ്ചുറി അടിച്ചത് ഒഴിച്ചാൽ ഏറ്റവും കൂടുതൽ അവർക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തത് ആയുഷ് മാത്രമായിരുന്നു. സോ ആയുഷ് മാത്രയുടെ പരിക്ക് തീർച്ചയായിട്ടും അവരെ എഫക്റ്റ് ചെയ്യും. പിന്നെ ബ്രവിസ് ഒരു ഫോമിലേക്കോ അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് വന്നിട്ടില്ല. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു അപ്പർ ഹാൻഡ് മുംബൈക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് ബ്രോഡ്, എന്താണ് ആർക്കാണ് കൂടുതൽ ചാൻസ്, മുംബൈക്കാണോ ചെന്നൈക്കാണോ? കറണ്ട് മൊമെന്റം മുംബൈക്കാണെങ്കിൽ തന്നെയാണെങ്കിലും ചെന്നൈ പ്ലേയേഴ്സിന് വാങ്കഡയിൽ നല്ല ട്രാക്ക് റെക്കോർഡുണ്ട്. ഈ പറയുന്ന സഞ്ജു സാംസൺ ആണെങ്കിലും ഋതുരാജ് ഗേക്വാദിനാണെങ്കിലും ശിവൻ ദുബെയുടെ ഹോം ഗ്രൗണ്ടാണ്. അങ്ങനെ അതായത് ആകാശ് മധുൾ അവിടെ കളിച്ചു വളർന്നതാണ്. അപ്പം അങ്ങനെയുള്ള പിന്നെ മാച്ചപ്സിലാണെങ്കിൽ അഖിൽ ഹുസൈൻ, അങ്ങനെ കുറേയേറെ ഫാക്ടേഴ്സ് ഒരുപാട് മുംബൈക്ക് ഫേവറിംഗ് ആണ്. ലാസ്റ്റ് ടൈം അവർ തമ്മിൽ കളിച്ചപ്പോഴും മുംബൈ തന്നെയാണ് ജയിച്ചത്, ചെന്നൈ തന്നെയാണ് ജയിച്ചത്. അതുകൊണ്ട് ഈക്വൽ വെയിറ്റേജ് ആണ്. ലൈക്ക് ഇഫ് സഞ്ജു സാംസൺ ആ 2 ഓവർ സർവേ ചെയ്ത് കഴിഞ്ഞാൽ സഞ്ജു സാംസണെ പിന്നെ പിടിച്ചാൽ കിട്ടുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു കരുതൽ. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നു ചെന്നൈ ജയിക്കാനാണ് സാധ്യത കൂടുതൽ. തീർച്ചയായിട്ടും സഞ്ജു സാംസനെ സംബന്ധിച്ച് പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഹിസ്റ്ററി ഉള്ളതുകൊണ്ടും സീം മൂവ്മെൻറ്റ് അല്ലെങ്കിൽ സ്വിങ് വാങ്കഡയിൽ ഫസ്റ്റ് 6 ഓവേഴ്സിൽ കൂടുതലായതുകൊണ്ടും സഞ്ജു സാംസൺ നാളെ റൺ അടിക്കാതിരിക്കാനാണ് കൂടുതൽ ചാൻസ് എന്ന് എനിക്ക് തോന്നുന്നു. മുംബൈ സഞ്ജു സാംസനെ പൊക്കും എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ആ ഒരു ഇനിഷ്യൽ ഫേസ് ഒരു പവർ പ്ലേ സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ബിഗ് സ്കോർ ഉറപ്പാണ്. സെഞ്ചുറി കൂട്ടിയാണ് സഞ്ജു. ചേട്ടനെ തൂക്കാതിരുന്ന കൊള്ളാം. പിന്നെ അപ്പോൾ അതാണ് നമുക്കപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. എന്താണ് നമുക്ക് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ നമ്മൾ നാളത്തെ മാച്ചിൽ വരുന്നുണ്ടോ, ആര് പെർഫോം ചെയ്യും, മുംബൈ ജയിക്കുമോ ചെന്നൈ ജയിക്കുമോ എന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും നാളത്തെ മാച്ച് റിവ്യൂ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ മാച്ച് നമുക്ക് റിവ്യൂ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ പോലും നാളത്തെ മാച്ച് നമ്മൾ നല്ല വിശദമായിട്ട് തന്നെ റിവ്യൂ ചെയ്യുന്നതായിരിക്കും, ഫസ്റ്റ് ബോൾ തൊട്ട് ലാസ്റ്റ് ബോൾ വരെ ഡീറ്റെയിൽ ആയിട്ട്. സോ അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.